ഇൻസ്റ്റഗ്രാം റീൽസിൽ ഈ ഒരു റീൽ പോസ്റ്റ് ചെയ്ത സമയത്ത് എല്ലാവരും എന്നോട് ചോദിച്ചു, എൻ്റെ ഗുരുവായൂരപ്പ ഒരു ഫുൾ ഇത്രയും മുരിങ്ങയില ഇത്രയും മുരിങ്ങക്കായ ഹാർവെസ്റ്റ് ചെയ്തിട്ട് എന്താ വിൻചേച്ചിയെ ചെയ്യാൻ പോണത് ഇതും കൊണ്ട് എന്നുള്ളതാണ് ചോദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഹായ് ഹലോ നമസ്കാരം, വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് സൂപ്പറായിട്ടുള്ള മുരിങ്ങക്കായ കട്ടിക്കൂട്ടാണ് കാണിച്ചു തരാൻ പോണത്. തട്ടിക്കൂട്ടല്ല, കട്ടിക്കൂട്ട്. ഓക്കെ, കട്ടിയായിട്ടുള്ള കൂട്ട് ഏതാണ് കാണിക്കുന്നത്. നമുക്കിതിന് വേണ്ടിയിട്ട് നല്ല വലിയ മുരിങ്ങക്കായ വേണം, ദശക്കട്ടിയുള്ള മുരിങ്ങക്കായ വേണം. എന്നിട്ട് ഇതിനെ നമ്മൾ കുക്കറിൽ ഒരു വിസിലിട്ടിട്ട് വേവിക്കാൻ പോവുകയാണ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കാര്യമുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ മുരിങ്ങക്കായുടെ ആ തൊലി ഉണ്ടല്ലോ, ആ സ്കിന്നിനെ ഒരുപാട് കളയരുത്. അപ്പോഴേ നമുക്ക് വെന്ത് വരണ സമയത്ത് അത് പിടിച്ചിട്ട് ഉള്ളിലത്തത് എടുക്കാൻ പറ്റുള്ളൂ. ഒരുപാട് ചീന്തി കളയരുത് കേട്ടുള്ളൂ. ഇനി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു നല്ലോണം ഒരു കുക്കർ നിറയെ മുരിങ്ങക്കായ എനിക്കുണ്ട്, എന്നാലേ വലതും കാണുള്ളൂ. ഒരേ ഒരു വിസിൽ കൊടുത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് അരിച്ചെടുക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, തൊലി ഒരുപാട് ചീന്തി കളയരുത്. ഇതൊന്ന് ആറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിടിച്ചിട്ട് ഉള്ളിലേക്ക് ആ ഒരു സ്പൂൺ ഇട്ടിട്ട് എടുക്കുന്ന സമയത്ത് ക്ലീനായിട്ട് ഹോൾഡ് ചെയ്യാൻ നമുക്ക് പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ആറിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, മുരിങ്ങക്കായ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് സുഖമായിട്ട് നമുക്ക് എടുത്ത് കളയാം. നേരെ നമുക്ക് എടുത്ത് വെക്കാം. എന്താ കാരണം എന്ന് വെച്ചാൽ, ഇതുപോലെ നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ അലിഞ്ഞു പോവും. അതായത് ഒരു വിസിൽ തട്ടുമ്പോഴേക്കും അലിഞ്ഞു പോവും. അതുമാത്രമല്ല, നമുക്കിങ്ങനെ ഉള്ളിൽ നിന്ന് ദശ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കംപ്ലീറ്റ് ദശയും അതിൻ്റെ ഉള്ളിലത്തെ കുരുവും കൊണ്ടാണ് നമ്മൾ കട്ടിക്കൂട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ നോക്കുക. ഇനി നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് എന്താണ് പറയുക, കടുകും വറ്റൽ മുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം ചെറിയുള്ളി വേണം അതിന്. ചെറിയുള്ളി വട്ടത്തിൽ മുറിച്ചിട്ട് അതും കൂടി നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതൊന്ന് ബ്രൗൺ കളറായി എന്ന് കാണുന്ന സമയത്ത് നമ്മൾ നീറ്റായിട്ട് എടുത്ത് വെച്ചിട്ടുള്ള കംപ്ലീറ്റ് ആ ദശയും കുരുവും എല്ലാം മുരിങ്ങക്കായുടെ അത് എടുത്ത് കൊടുക്കുക. എനിക്ക് ഒരു ഫുൾ പാത്രം ഉണ്ടായിരുന്നു, നല്ലോണം എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അതിനെയും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ട അളവിന് ഉപ്പിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞപ്പൊടി ഇട്ടോളൂ. ഞാൻ മഞ്ഞപ്പൊടി പൊതുവേ ഇടാറില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ഉപ്പിട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വേവിച്ച തുവരപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കട്ടിക്ക് വേവിച്ചിട്ടുള്ള തുവരപ്പരിപ്പ്. കട്ടിക്കൂട്ടാണ്, അതുകൊണ്ട് തന്നെ ഒന്നും വെള്ളം വേണ്ട. ഓക്കെ, നന്നായി വേവിച്ചിട്ടുള്ള തുവരപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരക്കപ്പോളം തുവരപ്പരിപ്പ് വേവിച്ചിട്ട് എടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കൊരു അരപ്പ് അരയ്ക്കുക. അരയ്ക്കുക എന്ന് പറഞ്ഞാൽ പൊടിക്കുക, ചതയ്ക്കുക. നല്ല ജീരകം, തേങ്ങ, പച്ചമുളക് നല്ല പോലെ ഒന്ന് ചതച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ട് അതും കൂടി മിക്സ് ചെയ്യുക. അതും കൂടി മിക്സ് ചെയ്തിട്ട് അതായത് ഒരു അര കപ്പും കൂടി വേണ്ട കേട്ടോളൂ, അത്രയും വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ ജീരകത്തിൻ്റെയും പച്ചമുളകിൻ്റെയും ആ പച്ചമണം ഒന്ന് പോയി എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മുരിങ്ങക്കായ കട്ടിക്കൂട്ട്, ദശയുടെ കട്ടിക്കൂട്ട് റെഡി ആയിരിക്കുകയാണ്. എനിക്കിന്ന് എന്തൊക്കെയാണെന്നറിയോ വിഭവം? മുളകോർത്ത പുളിയുണ്ട്, നല്ല അടിപൊളിയായിട്ട് മുളകോർത്ത പുളി വെച്ചിട്ടുണ്ട്. എനിക്കും കണേറ്റിനും വേണ്ടി മാത്രം വെച്ചതാണ്, ബിക്കോസ് കുട്ടികൾക്ക് ഇഷ്ടമല്ല. മുരിങ്ങക്കായ കട്ടിക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നതോട് കൂടിയിട്ട് അതും റെഡി. പിന്നെ മുരിങ്ങയില ഉപ്പേരി. ഇതാണ് ഞങ്ങളുടെ മെനു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങക്കായ കൊണ്ട് ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ വിൻചേച്ചി നിങ്ങൾ എന്താണെന്ന് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുള്ള എല്ലാവരോടും ഇതൊക്കെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ മക്കളെ, നമ്മൾ 3 ഘട്ടങ്ങളായിട്ടാണ് ചോറ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ എടുക്കണ ചോറിനെ ഞാൻ ഡിവൈഡ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ആദ്യത്തെ ഘട്ടം നമുക്ക് കഴിക്കാനുള്ളത് ആസ് യൂഷ്വൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ച മുരിങ്ങക്കായ കട്ടിക്കൂട്ടിൻ്റെ കൂടെ പിന്നെ മുരിങ്ങയില ഉപ്പേരി, മുളകോർത്ത പുളി എല്ലാം കൂടിയിട്ട് എനിക്കിത് ഫുൾ കൺഫ്യൂഷനിലാണ്. സോ ആദ്യം കട്ടിക്കൂട്ട് കഴിക്കാം. കുറച്ച് നെയ്യ്, ചോറ്, നമ്മുടെ മുരിങ്ങയില കട്ടിക്കൂട്ട്. ഇതാണ് അതിൻ്റെ ഒരു രീതി. ഓക്കെ,
ചില കുരു കുറച്ച് മൂത്തതാണ്, പക്ഷേ അമേസിങ്. കുറച്ച് ഉപ്പേരി എടുക്കാം. ഞാൻ ഉപ്പേരി കുറച്ച് വെള്ളത്തോടെ വെച്ചിരിക്കാം, ആ ചാറ് കൂട്ടി ഉണ്ണാലോ. ബ്യൂട്ടിഫുൾ. സോ കൂട്ടുകാരെ, എന്താണ് വിശേഷം? ഞാൻ ഇങ്ങനെ എന്നും സിമ്പിളായിട്ട് തരാൻ പറ്റും, കോംപ്ലിക്കേഷനൊക്കെ ആണ്. എന്നും മുരിങ്ങലേ? അല്ല, മുളക് വറുത്തപ്പൊടി, മുരിങ്ങയില. അതാ നമ്മുടെ രണ്ട് അവർക്കൊക്കെ ഇഷ്ടമാണ്. എന്ത് മുളക് വറുത്തപ്പൊടിയോ? അവിടെ നോക്കും. നെയ്യ്, മുരിങ്ങയില ഉപ്പേരി, നെയ്യ് മുരിങ്ങയില ഉപ്പേരി, കട്ടിക്കൂട്ട് അവന് ഇഷ്ടമല്ല. അവൻ എന്തിനാ വേണ്ടാത്ത പണിക്കുന്നത്? അവനൊരു കോമ്പിനേഷനിൽ കഴിക്കല്ല, അവന് ഇഷ്ടമല്ല. എനിക്കറിയാം, അത് വേണ്ട, വിടും. ഇവിടെ രണ്ടുപേർക്കും ഇഷ്ടമല്ല. ഞാൻ നമുക്ക് വേണ്ടിയിട്ട് മാത്രം വെച്ചതാണ്. ഞാനിത് വെറുതെ കുടിക്കാൻ. ആ, എടുക്കൂ, ചോറ് എടുക്കൂ. ഞാൻ ആദ്യത്തെ ടേസ്റ്റ് കട്ടിക്കൂട്ട് സൂപ്പറായിട്ടില്ലേ? മറ്റേ അതിന്റെ തൊലി കളഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ കഴിക്ക്, ചോറ് എടുക്കൂ, ചോറ് എടുക്കൂ. ഓക്കെ, ഉണ്ടാക്കി നോക്കുന്ന പ്രതീക്ഷിക്കുന്നു. പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. Till then, take care and bye-bye. Winnie's Kitchen.